ദൂത സേവിതരിതാ യോഹന്നാൻ വെളിപ്പാടി കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ സറാഫുകൾ ദൂതരിവർ എലൂബുകൾ സറാഫുകൾ ദൂതരിവർ സ്വർണ്ണക്കാഹളം കഴുത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി ആത്തുപാടുന്നോർത്തു കേൾക്കുവീനത് ആത്തുപാടുന്നോർത്തു കേൾക്കുവീനത് വലിയ പെരുവെള്ളത്തിനിരച്ചിൽ കൊത്തതാമൊലി വാനിൽ വാനിൽ അതിഗംഭീരമായി വാനിൽ വാനിൽ അതിഗംഭീരമായി ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി രാജാധിരാജനം സുതരിൽ നിന്നുക പുറപ്പെടുന്നിതാ വാനിൽ വാനിൽ അതിഗംഭീരമായി വാനിൽ വാനിൽ അതിഗംഭീരമായി മണ്ണിലുറങ്ങുന്നതാം മൃഗ മൃഗ മണ്ണിലുറങ്ങുന്നതാം മൃഗ മൃഗ ഇനി മുഹൂർത്തത്തിൽ ഉയർത്തെഴുന്നതി പ്രസന്നവദനരായി ശീഘ്രം ശീഘ്രം അതിസംബോധരായി ശീഘ്രം ശീഘ്രം അതിസംബോധരായി നോക്കി പാർത്തിടും ജനം ജനം തന്നെ നോക്കി പാർത്തിടും ജനം ജനം കാഹളധ്വനി കേൾക്കും മാത്രയിൽ വാരി പോകുമേ മോദാൽ മോദാൽ വാരി പോകുമേ മോദാൽ മോദാൽ വാരി പോകുമേ ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി കേട്ടിട്ടാശ്വാസം ലഭിക്കുവാൻ ചെവി കൊതിക്കുന്നു ഉഗ്രമായി കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ഉഗ്രമായി കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ഉഗ്രമായി ലക്ഷം ദൂത സേവിതരിതാ ലക്ഷം ദൂത സേവിതരിതാ യോഹന്നാൻ വെളിപ്പാടി കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ ലക്ഷം ദൂത സേവിതരിതാ ലക്ഷം ദൂത സേവിതരിതാ യോഹന്നാൻ വെളിപ്പാടി കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും
ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും നാം ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇന്നത്തെ ധ്യാന വിഷയം ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. എല്ലാവരും ഉണർന്ന് ശ്രദ്ധയോടെ കേട്ടിരുന്നേ, ഹൃദയം തുറന്നിരുന്നേ. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നമ്മളെ തീ പിടിപ്പിക്കാൻ തക്കവണ്ണം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ അനുഭവിച്ചുകൊണ്ട് അവിടെ എഴുന്നേറ്റത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ നാളുകളിൽ നിങ്ങൾ ഓരോരുത്തരും വ്യക്തമായി വ്യക്തിപരമായി ആഴമേറിയതായ ഒരു തീരുമാനത്തിലേക്ക് വരണം. ഞാൻ ആരായിരിക്കും? ഞാൻ ക്രിസ്തുവിൻ്റെ മണമുള്ളവളായിരിക്കും, മണമുള്ളവനായിരിക്കും. എല്ലാവരും കേട്ടോ അത്? എപ്പോഴും എവിടെയും ഊണിലും ഉറക്കത്തിലും നടപ്പിലും കിടപ്പിലും യാത്രയിലും എവിടെയായിരുന്നാലും ഓർത്തുകൊള്ളണം, ഐ ആം ദി അരോമ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ സ്വീറ്റ് ഫ്രാഗ്രൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മണമുള്ള ദൈവമക്കളായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതാ പ്രകൃതിയെ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ മണമുള്ള പീപ്പിൾ മസ്റ്റ് സ്മെൽ ക്രൈസ്റ്റ് ഇൻ മീ, അരോമ ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവായ യേശുക്രിസ്തു വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. പൗലോസ്ലീഹ അതേ ആത്മാവിൽ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. സുഗന്ധം പരത്തുന്ന ക്രിസ്ത്യാനികൾ, സുഗന്ധം പരത്തുന്ന വിശുദ്ധ ജീവിതം, ദുർഗന്ധം അകറ്റുന്ന സുഗന്ധവാഹികളായിരിക്കുന്ന ദൈവമക്കൾ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഏതെല്ലാം തരത്തിൽ അശുദ്ധിയുടെ ദുർഗന്ധം പരത്തിക്കൊണ്ട് ജീവിച്ചതാണ് എൻ്റെ ജീവിതവും ഞാൻ തിരിഞ്ഞു നോക്കുന്നു. എന്തെല്ലാം ദുർഗന്ധം! ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, അതെല്ലാം അങ്ങ് മാറണം. നിങ്ങളൊരു കൊതിയായിട്ട് എടുക്കുമ്പോൾ ഓർക്കുമോ നിങ്ങളത്? എൻ്റെ വാക്കിൽ സുഗന്ധം മണക്കണം, എൻ്റെ ചലനത്തിൽ സുഗന്ധം മണക്കണം, എൻ്റെ ഓരോ പ്രവൃത്തിയിലും സുഗന്ധം മണക്കണം. ദുർഗന്ധം അകറ്റണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ ദുർഗന്ധം വമിക്കുന്ന ഇടത്താണ് എങ്കിൽ ഞാനങ്ങ് ചെന്നു, അതോടുകൂടി ദുർഗന്ധം മാറണം. എങ്ങനെയാണ്? വെളിച്ചമായിട്ടൊരു വ്യക്തി കടന്നു ചെന്നാൽ ഇരുട്ടിനെ അകറ്റണ്ട. ഇരുട്ട് മാറിപ്പോ എന്ന് പറയണ്ട, അങ്ങ് ചെന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് ഏതെങ്കിലും സ്പ്രേ അടിച്ചുണ്ടാകുന്ന മണമല്ല, അത് തൽക്കാലത്തേക്കാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു സമയത്ത് ഞാൻ പച്ചയായിട്ട് പറയുകയാണ്, ചിലരുടെ വീട്ടിലേക്ക് വരുന്നതായ കാര്യങ്ങൾ പറഞ്ഞു. എവിടെയോ പൂച്ചയോ എലിയോ ഏതാണ്ട് ചത്തു കിടന്നു, അങ്ങോട്ട് മുറ്റത്തേക്ക് അടുത്ത് വരുന്തോറും മണമാണ്. എവിടെയോ പറമ്പിലെ ചുറ്റോ കിടപ്പുണ്ട്, എവിടെയാണ് ഞങ്ങളൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. അത് സ്പ്രേ എടുത്ത് അവിടെ ഇവിടെ എല്ലാം അടിച്ചു. അവർ വന്നേച്ച് പോകുന്നവരെ വലിയ കുഴപ്പമില്ലായിരുന്നു, കാരണം സ്ട്രോങ് ആയിട്ട് അടിച്ചു. അവർ പോയി കഴിഞ്ഞു, സ്പ്രേയുടെ മണമൊക്കെ അങ്ങ് പോയി, പഴയ ദുർഗന്ധിച്ചിനും കൂടെ കൂടി വന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. സ്പ്രേ അടിച്ചുള്ളതല്ല, പുറമേ സ്തുതി എന്ന വാക്ക് പറഞ്ഞുള്ളത് കൊണ്ടല്ല, വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടതല്ല, വിനയം കാണിച്ച് കൈ പൂക്കിക്കൊണ്ടുള്ളതല്ല, കയ്യിൽ വേദപുസ്തകം പിടിച്ചുകൊണ്ടുള്ളതല്ല. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവേ, അതെന്താണ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയാമ്പോൾ? മുല്ലപ്പൂവിൻ്റെ മണം എവിടെയായിരിക്കണമെന്ന് നമുക്കറിയാവോ? അത് ഊതിയ പോണതാണ്. ഈ പൗഡറിൻ്റെയോ മറ്റു സ്പ്രേയുടെയോ ഒക്കെ അങ്ങ് പോകും, കാറ്റത്ത് പോകും. നല്ല പണ്ടത്തെ ഉള്ളതായ റോസാപ്പൂ ഇപ്പം അതിനൊന്നും വലിയ മണമില്ല. എഡ്വേർഡ് റോസ് എന്നൊക്കെ പറയുന്നതിന് എന്തൊരു മണമാണ്! അത് സ്വാഭാവികമായിട്ട് അതിനകത്ത് ഉള്ളതാണ്, അത് ഇൻബോണാണ്, അത് പ്രകൃതിദത്തമാണ്. എൻ്റെ ദുർഗന്ധം വമിക്കുന്ന പ്രകൃതി അങ്ങ് മാറിയ ശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ പ്രകൃതി എന്നിലേക്കൊന്ന് വസിച്ചപ്പോൾ ഞാൻ മാറി, യേശുവിൻ്റെ മണമുള്ളവനായിട്ട് മാറി. അത് എൻ്റെ മണമല്ല. ഹല്ലേലൂയ, എനിക്ക് 1% പോലും പ്രശംസയില്ല. എൻ്റെ ആളത്വത്തിൻ്റെ മണം ദുർഗന്ധമാണ്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു ആ ദുർഗന്ധത്തെ മുഴുവനായിട്ട് കാൽവറിയിൽ ഏറ്റെടുത്തു. കർത്താവായ യേശുക്രിസ്തു സുഗന്ധം എനിക്ക് പകർന്നു തന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കോപം മാറിയാൽ പോരാ, എന്ത് വരണം? അവിടെ വിനയം വരണം. വാശി മാറിയാൽ പോരാ, ദൈവത്തിന് സ്തോത്രം. അവിടെ സ്നേഹം വരണം.
അശുദ്ധി മാറിയാൽ പോരാ, അവിടെ വിശുദ്ധി വരണം. ഇത് നിങ്ങളുടെ ഒരു വെല്ലുവിളിയായിട്ട് എടുക്കണം. കൂട്ടായ്മയിൽ വന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട ദൈവമക്കൾ എല്ലാവരും യേശുവിനെ മണക്കുന്ന വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമസ്ഥരായിരിക്കണം. എന്തുമാത്രം ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. നമ്മളാണ് ലോകത്തെ കീഴ്മേൽ മറിക്കേണ്ടത്. ആരും എന്തും പറയട്ടെ, ഇതുപോലൊരു നല്ല മണമുള്ളതായിരിക്കുന്ന ഒരു മുല്ലപ്പൂ വിടർന്നതിൻ്റെ മണം കിട്ടിയിട്ട് ആരെങ്കിലും പറയും അയ്യോ ഇവിടെ ചീത്ത മണമാണെന്ന് പറയുമോ? നിന്നെ എതിർക്കുന്നതായ, നിന്നെ വെറുക്കുന്നതായ, നിന്നെ ചീത്ത വിളിക്കുന്ന അമ്മായിയമ്മ വ്യക്തമായിട്ട് പറയട്ടെ കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ എൻ്റെ മരുമകളിലുണ്ടല്ലോ എന്തൊരു സുഗന്ധമാണ്, ആ വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. കൃപയാൽ രുചി വരുത്തിയ വാക്കുകളുടെയും സുഗന്ധം. അത് നാളുകളായിട്ട് മറ്റവർക്ക് ബോധ്യം വരാത്ത എന്താണ്? ഇവിടെ എന്താ പറഞ്ഞത്? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ മാത്രമല്ല, കൂട്ടായ്മക്കാരുടെ ഇടയിൽ മാത്രമല്ല, ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മാത്രമല്ല, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും. അടുത്ത വാക്കെന്താ? നശിക്കുന്നവര്, നിത്യ നരകത്തിലേക്ക് പോകുന്നവരാണ്, കൂട്ടായ്മക്കാർക്ക് എതിരാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആര് ഏതെല്ലാം തരത്തിൽ നമ്മെയും നമ്മുടെ കൂട്ടായ്മയും നിർദാക്ഷിണ്യം ദൂഷിക്കുന്നവരാണെങ്കിലും അവരുടെ ഉള്ളത്തിൻ്റെ ഉള്ളം പറയും. എന്താ പറയണേ? ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമകളാവർ. 10 വയസ്സുടെ കാര്യത്തിൽ അവരെ കുറ്റം പറയാൻ കിട്ടുകയില്ല. ഏത് ആണിനെയും പെണ്ണിനെയും ഒന്നിച്ചു വിട്ടു കഴിഞ്ഞാലും അരുതാത്തതായ ഒരു സ്പർശം ഒന്നും അവരിൽ നിന്ന് വരികയില്ല. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ വളരെ വ്യക്തമാണ്. പലരുടെയും ഉള്ളത്തിലുണ്ട് കേട്ടോ. ഞാൻ വെറുതെ നിങ്ങളോട് പറയുകയല്ല, ഒത്തിരി അനുഭവങ്ങളുണ്ടാ പറയുന്നത്. വെല്ലുവിളിയായിട്ട് എടുക്കുക നിങ്ങൾ ഓരോരുത്തരും. പ്രസംഗമല്ല പറയുന്നത്. സ്ത്രീകളൊക്കെ കേട്ടോ, ദുർഗന്ധത്തിൻ്റെ ഒരു വാക്കും അഹങ്കാരത്തിൻ്റെതായ തൻ്റെ ഇടത്തിൻ്റെതായിരിക്കുന്ന ഒരു ഭാവവും നമ്മുടെ പക്ഷത്ത് നിന്ന് വരും. ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ വ്യക്തമായി നിഷ്കർഷിച്ച് പറയുകയാണ്. അങ്ങനെയുള്ളവർ മതി നമ്മളുടെ കൂട്ടായ്മയിൽ. പൊത്തോർത്ത് ആത്മീയമായിട്ട് ആരും മുന്നോട്ട് പോകണ്ട. വളരെ വ്യക്തമായിട്ടും കർശനമായിട്ടാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഓരോരുത്തരും ഇവിടെ വരികയും ദുർഗന്ധം പരത്തുന്ന ആ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാനായിട്ട് അനുവദിക്കുകയില്ല. നിർണായകമായൊരു തീരുമാനമെടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ പോകാനായിട്ട് പരിപാടി ഉണ്ടോ? ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ആരാണ്? ഐ ആം എ സ്വീറ്റ് അരോമ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ മണമുള്ളതായ ഒരു ദൈവപൈതൽ. എല്ലാവരും സമ്മതിച്ചത്? ഇന്നു മുതൽ അങ്ങനെ ആയിരിക്കുമോ? ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാം. ഇതെങ്ങനെയാണ് സാറേ കിട്ടുന്നത്? ദൈവത്തിൻ്റെ സ്തോത്രം. ഇതെങ്ങനെ? എനിക്ക് അങ്ങനെ ആയാക്കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ നടക്കുമോ? ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ. അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യമാരും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി വായിച്ചോ. സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഭൂചരങ്ങളൊക്കെയും ജാതി ജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി. അടുത്ത വാക്യം. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. അടുത്ത വാക്യം. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായ? യഹോവ സൗരഭ്യവാസന മണത്തു. വെള്ളം പൊങ്ങി സകല ജീവജാലങ്ങളും ചത്ത് ചീഞ്ഞു അഴുകി. 150 ദിവസം കൊണ്ട് ഇങ്ങനെ വെള്ളം എങ്ങനെ താണു. പെട്ടകം ഉറച്ചു. മോശയും കുടുംബം ഉള്ളവരും എല്ലാം പുറത്തേക്ക് ഇറങ്ങി. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളും ചിന്തിച്ചേ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പൂച്ച പട്ടിയോ അല്ലെങ്കിൽ ഒരു എലിയോ ചത്ത് കിടന്ന് ദുർഗന്ധമാണ്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും പാമ്പും ജീവജാലങ്ങളും മുഴുവൻ വെള്ളത്തിനടിയിൽ കിടന്ന് ചത്ത് ചീഞ്ഞഴുകി കിടക്കുന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്ത് ദുർഗന്ധമായിരിക്കും. പക്ഷേ അത്രമാത്രം ഓക്കാനിക്കുമെന്നൊക്കെ ദുർഗന്ധം കമിഞ്ഞൊഴുകുന്നതായ ആ ഭൂമിയിൽ നിന്ന് ദൈവം മണത്തു. എന്താ മണത്ത്? സൗരഭ്യവാസന മണത്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ഒരു കൂട്ടം ചെറിയ ആളുകൾ, വിരലിലെണ്ണ മാത്രമുള്ളവർ, ദൈവത്തിന് അല്പജനം 8. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ നിൽക്കാൻ മനസ്സുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിൻ്റെ സ്തോത്രം. വീട്ടിൻ്റെ അന്തരീക്ഷത്തെ കുറ്റം പറയരുത്. ഇന്ന് മുഴുവൻ മദ്യമാണെന്ന് പറയരുത്.
ആണും പെണ്ണും സ്നേഹിച്ചും പ്രേമിച്ചും അഴിഞ്ഞാടി നടക്കാന്ന് പറയരുത്. ലോകം മുഴുവൻ എന്തുമാത്രം ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞ് എന്തെല്ലാം നടക്കുന്നത്. കഞ്ചാവിനും മയക്കുമരുന്നിനും സകല വിധത്തിലുള്ളതായിരിക്കുന്ന രാസലഹരിക്കും അടിമകളായിട്ട് നടക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ ഒരു ചെറിയ കൂട്ടം ആളുകൾ, കാൽവറിയിൽ ഒരിക്കൽ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന വിളിക്കപ്പെട്ട ഒരു കൂട്ടം ചെറിയ ആളുകൾ, മങ്ങാത്ത വെളിച്ചവുമായി ഇരുട്ടിൽ പ്രശോഭിക്കുന്ന ദീപവുമായി, ഹല്ലേലൂയ, ദുർഗന്ധം അമിക്കുന്ന ലോകത്തിൽ സുഗന്ധം വരുത്തുന്നതായ കർത്താവായ യേശുക്രിസ്തുവിന്റെ മണമുള്ള മക്കളായി നിൽക്കാൻ തക്കവണ്ണം യാഗമർപ്പിക്കാൻ മനസ്സാണോ? ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ, യാഗപീഠം അവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാഗപീഠം ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. തീയിറങ്ങാൻ തേജസ്സോടെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയമായ രംഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് പച്ചമുട്ടിയെയും കത്തിക്കുവാൻ തക്കവണ്ണം കാൽവറിയിൽ കത്തിയതായ സ്നേഹത്തിന്റെ തീ ഇപ്പോൾ കത്തി ജ്വലിക്കുന്ന സ്വർഗീയ രംഗത്താണ് അടി നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ഭയത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ തീയിലേക്ക് നിങ്ങളെ ഒരു യാഗവസ്തുവായി വിട്ടുകൊടുക്കാമോ? കുന്തിരുക്കം സ്വയമായി എടുത്താൽ വലിയ മണമില്ല. കുന്തിരുക്കം മണം വരണമെങ്കിൽ എന്ത് വേണം? പുക ഉയരണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന് പുകയണം, തീക്കകത്തേക്ക് ഇടണം. ഹല്ലേലൂയ. കാൽവറിയിലെ തീയിലെ തേജസ് കത്തി ജ്വലിക്കുന്ന രംഗത്ത് നിങ്ങളെ തന്നെയും സമ്പൂർണ്ണമായി അങ്ങ് സമർപ്പിക്കാമോ? എൻ്റെ ജീവിതം ഇതുവരെയും ദുർഗന്ധമായിരുന്നു, ഇന്ന് സുഗന്ധം മണക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പിന്നീടൊരു സൗരഭ്യാസനം ഏതാണ്? ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം എടുത്ത് ഇസാക്കിന്റെ അടുക്കൽ മകനായിരിക്കുന്ന യാക്കോബ് അനുഗ്രഹം തേടി ചെല്ലുകയാണ്. ഹല്ലേലൂയ. അനുഗ്രഹം കിട്ടണമെന്നുണ്ട്. എനിക്ക് അനുഗ്രഹം തരണമേ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് ചെല്ലുകയല്ലേ ഇത്. നിറപടിയായി അനുഗ്രഹം വാരിക്കോരി കൊടുത്തു. അനിയനാണോ ചേട്ടനാണോ ഒന്നും നോക്കിയല്ല. ഒറ്റ കാര്യം മാത്രം അനുഗ്രഹം കിട്ടാൻ, ഒരു സൗരഭ്യവാസന, ഒരു മണം ദൈവത്തിന്. ആ മണം അപ്പന് ഇസ്ഹാക്കിന് മണത്തെ രുചിച്ചപ്പോൾ അനുഗ്രഹം വാരിക്കോരി കൊടുത്തു. എന്താണ് മണം? വായിച്ചേ, 26 മുതൽ വായിച്ചേ. പിന്നെ അവന്റെ അപ്പനായ ഇസ്ഹാക്ക് അവനോട്, മകനെ നീ അടുത്തു വന്ന് മകനെ യാക്കോബേ നീ അടുത്തു വന്ന് എന്നെ ചുംബിക്ക എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു അവനെ ചുംബിച്ചു. അവൻ അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യാക്കോബ്, ദൈവത്തിന് സ്തോത്രം, ഇസ്ഹാക്കിന്റെ മുമ്പിൽ ചെന്ന് നിന്നു. വസ്ത്രത്തിന്റെ വാസന രണ്ടാമത്തെ കാര്യം. ദൈവത്തിന് സ്തോത്രം. ഒന്ന് യാഗത്തിന്റെ സുഗന്ധം, രണ്ട് വസ്ത്രത്തിന്റെ വാസന. ഏതാ വസ്ത്രം? 16 വായിച്ച്, വേഗം വായിച്ച്. അവൾ കോലാട്ടിൻകുട്ടികളുടെ തോൽ കൊണ്ട്, അമ്മ റിബേക്ക യാക്കോബിനെ എന്തണിയിച്ചു? ഒരു കോലാട്ടിൻകുട്ടിയുടെ തോലുകൊണ്ട്. അവന്റെ കൈകളും രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒന്നിൽ പൊതിഞ്ഞ യാക്കോബ് അങ്ങ് ചെല്ലുന്നത്. എനിക്ക് വാക്കുകൾ പറയാനില്ല ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവറിയിൽ തന്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തിയതായ കുഞ്ഞാടിന്റെ രക്തം പുരണ്ടതായിരിക്കുന്ന അങ്കിയുമായി കടന്നു വരുന്ന ദൈവമക്കൾക്ക് സ്വർഗഭണ്ഡാരം തുറന്ന് സകല ആത്മീക ഭൗതിക അനുഗ്രഹങ്ങളാലും നിറഞ്ഞ് കവിഞ്ഞുള്ളതായ അനുഗ്രഹങ്ങൾ ലഭിക്കും. ഹല്ലേലൂയ. ക്രൂശിൻ ചോട്ടിലേക്ക് നിങ്ങളൊന്ന് വന്നേ. ഇത് വാക്കുകളായിട്ട് അങ്ങ് എടുക്കല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞാട് എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടു, നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ആ കുഞ്ഞാടിന്റെ രക്തം ഇന്നും വാർന്നൊലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വാക്കുകളല്ല, ആ കാൽവറിയിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തങ്കച്ചോര ഇപ്പോൾ ഗുണകരമായി സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കഴുകലിന്റെ ദിവസമാണ്, ഇത് മോചനത്തിന്റെ ദിവസമാണ്, ഇത് വീണ്ടെടുപ്പിന്റെ ദിവസമാണ്, ഇത് രോഗശാന്തിയുടെ ദിവസമാണ്. ഹല്ലേലൂയ. ഇത് പച്ചക്കരിക്കട്ട തീ പിടിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. സ്വർഗഭണ്ഡാരം തുറന്നിട്ടുണ്ട്. ഞാൻ ഭംഗി വാക്ക് പറയുകയല്ല, അനുഗ്രഹത്തിന്റെ മാരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ വസ്ത്രത്തെ അങ്ങ് ഉരിഞ്ഞു കളയാമോ? ഹല്ലേലൂയ. പഴയ രാഗമോഹങ്ങളെ അതിന്റെ സകല മലിനങ്ങളോടും കൂടി അങ്ങ് ഉരിഞ്ഞു കളയാമോ? ഈ കാര്യം ഇപ്പോൾ നടക്കട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. പഴയ മനുഷ്യനെ അതിന്റെ പാപരാഗമോഹങ്ങളോടെ ഈ നിമിഷം അങ്ങോട്ടങ്ങ്
മുഴുവനായിട്ട് അഴിച്ചൂരി അങ്ങ് എറിഞ്ഞു കളഞ്ഞ ദൈവമക്കളെ ആ തീ കത്തിച്ച് ദഹിപ്പിക്കട്ടെ. അങ്ങനെ വരുന്ന ദൈവമക്കളെ ഉടിപ്പിക്കുവാൻ ഹല്ലേലൂയ മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ പഴയ കീറിയ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഹല്ലേലൂയ പുതിയ വസ്ത്രം അണിയിച്ചതുപോലെ ഇന്ന് വന്നതുപോലെ അല്ല, മഹിമാവിൻ നീരാളം ചാർത്തിക്കൊണ്ട് കുഞ്ഞാടിൻ രക്തത്തിൽ അലക്കി വെടിപ്പേതാക്കിയ അങ്കിയും അണിഞ്ഞുകൊണ്ട് കടന്നു പോകുവാൻ സ്വർഗത്തിൽ ദൈവം നിങ്ങൾക്ക് കൃപ തരും. ഹല്ലേലൂയ വസ്ത്രത്തിൻ്റെ അങ്കി വന്നതുപോലെയല്ല, കുഞ്ഞാടിൻ്റെ വസ്ത്രം ധരിച്ചവരായിട്ട് നിങ്ങൾ തിരിഞ്ഞു പോകണം. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ യോഹന്നാൻ 12:3 വായിച്ചേ. അപ്പോൾ മറിയ വിലയേറിയ സച്ചജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, ഒരൊറ്റ സ്ത്രീ ആ വീട്ടിന് അതിനു മുമ്പുണ്ടായിരുന്ന മുഴുവൻ ദുർഗന്ധമാണ്, കുഷ്ഠം നിറഞ്ഞായിരിക്കുന്ന ദുർഗന്ധം. ദൈവത്തിന് സ്തോത്രം. ലാസർ കല്ലറയിൽ കിടന്നപ്പോഴേക്കും നാറ്റം വെച്ച് തുടങ്ങി. ഇപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയപ്പോഴേക്കും ദൈവത്തിന് സ്തോത്രം നന്ദിയുടെ ആരാധന ഉയർന്നു, തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. അവരെല്ലാവരും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടെ ഇരുന്ന് ആരാധിച്ചു. തൈലക്കുപ്പി അങ്ങ് പൊട്ടിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദുർഗന്ധമെല്ലാം മാറി. 133 സങ്കീർത്തനോടെ എടുത്തു വെച്ച് ദൈവത്തിന്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ ഹല്ലേലൂയ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ ദുർഗന്ധം വമിച്ച് കണ്ണുനീര് കൊണ്ട് ഹല്ലേലൂയ തകർന്നതായ ജീവിതത്തിൽ കുടുംബത്തിൽ ഇപ്പോൾ സൗരഭ്യം നിറഞ്ഞു. ആരാധന, നന്ദിയുടെ ആരാധന ഉയരുകയാണ്. ഹല്ലേലൂയ. അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കുടുംബത്തിൽ. 133 ആദ്യം വായിച്ചേ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക് അഹറോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും. വിശേഷ തൈലം. ഹല്ലേലൂയ. ഒരു മനസ്സിന്റെ സുഗന്ധ തൈലം, ഒരു മനസ്സിന്റെ സുഗന്ധ തൈലം. ഹല്ലേലൂയ. ഉള്ളത്തിന്റെ ഉള്ളം നനഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കെഞ്ചിക്കൊണ്ട് പറയുക, നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ഭിന്നതയുടെയും നിരൂപണത്തിന്റെയും വിമർശനത്തിന്റെയും അകൽച്ചയുടെയും ഭിന്നിപ്പിന്റെയും ദുരാത്മാക്കൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ സ്തോത്രം ദൂരത്ത് മാറിപ്പോകട്ടെ. ഒരു മനസ്സിന്റെ ആത്മാവ് ശക്തിയോടെ വ്യാപരിക്കട്ടെ. കാൽവറിയിലെ രക്തം ഗുണകരമായി സംസാരിക്കട്ടെ. കാൽവറി തറവാട്ടിലെ ദൈവമക്കൾ രക്തത്തിന്റെ അംശികളായി മാറട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സുഗന്ധം ഹല്ലേലൂയ വീസട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ തൈലം. ഒരു വാക്ക് പറയാതെ എനിക്ക് നിർത്താൻ വയ്യ. എവിടെ നിന്നാണ് ദൈവമക്കളെ ഈ സുഗന്ധം ഇപ്പോൾ നമ്മളെ നിറച്ചുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആ തൈലത്തിന്റെ സുഗന്ധത്തിന്റെ ആകർഷണ ശക്തിയുടെ വശീകരണത്തിൽ നിങ്ങളെല്ലാവരും അങ്ങോട്ടൊന്ന് ഓടി വന്ന് അവിടെ നിങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കണം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം.